ഓരോ വിഷയം അത് മോള് വയ്ക്കേണ്ടത്. ചോദിക്കേ ശബരിമലയിൽ പോകാൻ തയ്യാറാണെന്ന് ചോദിക്കും. ഞാനൊരു വര വരച്ച ആ വര മാറ്റി കളഞ്ഞിട്ട് അപ്പുറത്തേക്ക് എന്റെ ഭാര്യയുടെ ചെലവിൽ താമസിക്കുന്ന എനിക്കെന്താ അഭിപ്രായം? എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ശബരിമലയിൽ പോയിട്ടില്ല. ഞാനിച്ചിരി സീരിയസാ. അല്ല ഞാൻ ഈ സിനിമയിൽ ഈ സിനിമയില് അല്ല ഇവരാണ് പേര്. എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയായിട്ട് ഞാൻ ഭാര്യ. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ സിനിമയിൽ ഒരു ഭർത്താവ് എന്തായിരിക്കണം, ഒരു ഭർത്താവിന്റെ മൈൻഡ് എന്തായിരിക്കണം, ആ കുടുംബം നയിക്കണം മനസ്സെന്തായിരിക്കണം, എത്ര പവർഫുൾ ആയിരിക്കണം ഈ ഭർത്താവ് എന്ന് പ്രേക്ഷകർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു വേഷമാണ് ചെയ്തത്. പുള്ളിക്കാരിയുടെ അടിമയായിട്ട് ജീവിക്കുന്ന ഞാനൊരു വര വരച്ച ആ വര മാറ്റി കളഞ്ഞിട്ട് അപ്പുറത്തേക്ക് ശരിക്കുള്ള ജീവിതത്തിൽ എങ്ങനെയാണോ? അതുകൊണ്ട് എനിക്ക് ഇവിടെ അഭിനയിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ വലിയായിട്ട് അഭിനയിക്കേണ്ടി വന്നില്ല. പക്ഷെ ഞാനങ്ങ് ജീവിച്ചു ബിഹേവ് ചെയ്തത്. സിനിമയിൽ അങ്ങനെയാണല്ലേ, കോമഡിയിൽ സ്റ്റേജിൽ ഇച്ചിരി ആക്ട് ചെയ്യണം ഭയങ്കരമായിട്ട്. പക്ഷെ ഇത് ഞാൻ ബിഹേവ് ചെയ്തു, അഭിനയിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഇത് പുതിയ ഡയറക്ടറാണല്ലോ, പുതിയ ഡയറക്ടർ, പുതിയ ക്രൂ, പുതിയ DOP ഒക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സെറ്റ്? പറഞ്ഞാല് ദിയും ദിനു എന്ന് പറഞ്ഞാല് ഒരു അനിയനാണല്ലോ. അദ്ദേഹത്തിന് സിനിമയ്ക്ക് നല്ലൊരു ഇതുണ്ട്. സിനിമ അറിയാവുന്ന ഒരാളായതുകൊണ്ട് പുള്ളി വളരെ കൂളായിട്ടാണ് ഈ സിനിമ ചെയ്തത്. നമ്മളെയൊക്കെ ബിഹേവ് ചെയ്തതും വളരെ കൂളായിട്ടാണ്. പിന്നെ നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹം ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആള് കേട്ടോ. അനിൽ സാർ അതിട്ട് ഞങ്ങള് ഇങ്ങനെ ടെൻഷൻ ഉദ്ദേശിക്കണം, അവിടുത്തെ സീൻ തീരുന്നില്ല, ഇതില്ല. അപ്പൊ ഞങ്ങള് നമ്മൾ നിലമ്പൂര് തേക്കിന്റെ തോട്ടത്തിൽ എന്ന് വെച്ചാണ് ഈ പടത്തിന്റെ ഒരു സംഭവം നടക്കുന്നത്. അപ്പം പിന്നെ ചായക്കട വീടൊക്കെ സംഭവം. സാറിങ്ങനെ പറയാ, എടാ വന്നേ, ഇത് അതേ സൈസ് 4 തേക്ക് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് വരില്ലായിരുന്നു. ടെൻഷൻ കയറി സാധനം പോകുന്നത് അത്ര ഹ്യൂമർ സെൻസ്. അതുപോലത്തെ 4 വലിയ തേക്ക് ഉണ്ടായിരുന്നു ഞാൻ ഈ പരിപാടിക്ക് വരില്ലായിരുന്നു. ഇത് നമ്മള് കൊറേ നാളായി ചെയ്തിട്ട് പേര് കഥാപാത്രങ്ങൾ തന്നെ നമ്മുടെ പേര് തന്നെ നമ്മൾ മറന്നോണ്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്റെ പേരെന്താണ് എന്നൊക്കെ ഞാൻ മറന്നു. എന്റെ പത്രോസ് എന്നാണ് എന്റെ പേര്. മോളാണ് ഞാൻ പറഞ്ഞത് മഞ്ജുന്റെ പേര് ചോദിച്ചു, ചിഞ്ചുറാണി. അദ്ദേഹത്തിന്റെ പേര് ദീപാങ്കുരൻ. എന്തായാലും കിങ് ആയിരിക്കൂലല്ലോ. അപ്പൊ ഞങ്ങളങ്ങനെ പേര് അത്രക്ക് ഞങ്ങൾ മറന്നുപോയിട്ടില്ല. ഞങ്ങളത് ഭയങ്കര ആസ്വദിച്ച് ചെയ്ത സിനിമയാണ്. ഇത് മലയാള പ്രേക്ഷകരും ആസ്വദിക്കും. ഇത് മ്യൂസിക്സ് ഒക്കെ അടിപൊളിയാണോ? എങ്ങനെയാണ്? നല്ല നജീം അർഷാദും അതുപോലെ സിത്താര ചേച്ചിയൊക്കെ പാടിയ പാട്ടുകൾ വിനീത് ശ്രീനിവാസനും അല്ലെ പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സോങ്സ് ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? നല്ല സോങ്സ് ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലെജൻഡുകളായിട്ടുള്ള 3 പേരാണ് പാട്ട് പാടിയിട്ടുള്ളത്. അത് നല്ലേട്ടൻ്റെ ഭയങ്കര ഒരു വിജയമാണ്. നല്ലേട്ടൻ അവരായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് അവർ പാട്ട് പാടിയിട്ടുള്ളത്. നല്ല പാട്ടുകളാണ്. പാട്ടുകൾ നല്ല ഗംഭീര പാട്ടുകളാണ്. നിങ്ങൾ ഈ കോവിഡ് സിറ്റുവേഷൻസും ഫ്ലഡും ഒക്കെ വന്നപ്പോൾ ഒരുപാട് ഈ ആർട്ടിസ്റ്റ് ഫീൽഡിൽ ഒരു എന്റെ അനുഭവിച്ച മെയിൻ ആൾക്കാരാണ്. നീന്തൽ പഠിച്ച അങ്ങനെ നമ്മള് ഒരു കഥ പറഞ്ഞു, ഇങ്ങനെ ആധാരം എടുക്കാൻ പോയൊരു ഇങ്ങനെ ഇത്രയും ഭാഗം മാത്രം നോക്കുമ്പോ ഒരു പാമ്പ്. അത് 2018 വെള്ളപ്പൊക്കത്തിനെ 2018 വെള്ളപ്പൊക്ക സിനിമ എടുത്ത ജൂഡാനോട് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്.
ഇത് കഴിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു സിനിമയും കൂടി ആക്കാം, വേണമെങ്കിൽ ഒരു സിനിമയും കൂടെ ആക്കാം. ഞാൻ ഇത് മഞ്ജു പറഞ്ഞു വെറുതെ അല്ലോ ചെല്ലുക. അപ്പോ എന്തായാലും സന്തോഷം, ഒരുപാട് നേരം നമുക്ക് സംസാരിക്കാൻ പറ്റി. ഫ്ലഡിന്റെ ഒരു കഥ കൂടെ പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്താലോ? ഫ്ലഡിന്റെ ഒരു കഥ. അത് ഈ ഫ്ലഡ് അല്ല, അത് അതിക്ക് മുമ്പ് സുനാമി അടിച്ചില്ലേ സജീവ് ഓച്ചിറയുടെ ഒക്കെ വീടിന്റെ ഭാഗം, ഓച്ചിറ സൈഡ്. ഒരു പുള്ളി വർഷങ്ങളായിട്ട് കിടക്കുക. മനുഷ്യന്റെ മൈൻഡിനെ കുറിച്ച് പറയാ. ചോറ് വേണമെന്ന് വെച്ചാലും കണ്ണും കൊണ്ടും ഉത്തരം പറയും, മതിയോന്ന് വെച്ചാലും പുള്ളി കണ്ണും കൊണ്ട് തന്നെ മറുപടി പറയും. പുള്ളിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, വർഷങ്ങളായിട്ട് കിടക്കുക. സുനാമി വന്ന് ഇത് സുനാമി വന്നേന്ന് പറയാലോ, ഈ പുള്ളി എഴുന്നേറ്റ് ഓടിയിട്ട് വർഷങ്ങളായിട്ട് കടലിൽ പോണവരൊക്കെ മരിച്ച തെങ്ങിന്റെ മുകളിൽ ഈ പുള്ളി തിരമാലേനും ഭേദിച്ച് ഓടി രക്ഷപ്പെട്ട്. ഇത് കോമഡി കഥയല്ല, സജീവച്ചയുടെ വീടിന്റെ തൊട്ട് അപ്പുറത്തുണ്ടായ കഥയാണ്. അപ്പൊ നമ്മുടെ മൈൻഡാണ് ഇതെല്ലാം. മൈൻഡ് സെറ്റ് ആണ്. ഞാൻ ഇനി രക്ഷപ്പെടും, ഞാൻ ഇനി എന്ന് മരണം വരെ കിടക്കുവാന്ന് പുള്ളി എന്ത് ചെയ്യണം അങ്ങനെ പുള്ളി. എന്തായാലും ഒരുപാട് സന്തോഷം. സ്ത്രീകളും മലകറിയന്റെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ തുടങ്ങി ശബരിമല പോയിട്ടില്ല. അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിട്ട് ഞാൻ ഇന്നുവരെ ശബരിമല പോയിട്ടില്ല. അല്ല, സ്ത്രീകളും മലയിൽ കയറിയ ഒരു സംഭവം ആ ഒരു എന്താണ് ചേട്ടന് പറയാനുള്ള ആ ഒരു സംഭവം നടന്നതിന് ശേഷം ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, മഞ്ജു ഇത് ക്യാരക്ടറിന്റെ ഒരു ബേസ് ചെയ്തിട്ടല്ലേ അങ്ങനെ ആ ഒരു ക്യാരക്ടർ ആണല്ലോ ചേച്ചി ചെയ്തത്. അപ്പൊ അത് ചേട്ടൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ആ കാര്യം? ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് പക്ഷെ ഞാൻ ക്യാരക്ടർ ഞാൻ നിർവാഹമില്ലാതെ എന്റെ ഭാര്യയുടെ ചെലവിൽ താമസിക്കുന്ന എനിക്ക് എന്താ അഭിപ്രായം? എനിക്ക് അഭിപ്രായമുണ്ട്. എനിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഭയങ്കര അഭിപ്രായമാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ശബരിമലയിൽ പോയിട്ടില്ല. വ്രതം നോറ്റി പോയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു ഞാൻ അത് കഴിഞ്ഞിട്ട് ശബരിമലയിൽ പോയിട്ടേ ഇല്ല. ഈ പ്രാവശ്യം വരണ്ടോ എൻ്റെ ചേട്ടൻ്റെ മുമ്പ് പോയി. അവൻ ചോദിച്ചു ചവനുണ്ടാന്ന് ചോദിച്ചു. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചേക്കുക. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞാൻ എൻ്റെ മൂത്ത മോളായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര പക്ഷെ അതൊക്കെ ഭയങ്കര വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരിതാണ്. പക്ഷേ എനിക്ക് ഈ പെണ്ണുങ്ങൾ കയറിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ചേച്ചിക്ക് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ക്യാരക്ടർ ചെയ്തപ്പോ? അവിടെ പോയാ ഓരോ വിഷയം അത് മോള് ചോദിക്കേണ്ടത്. ചോദിക്ക്, ശബരിമലയിൽ പോകാൻ തയ്യാറാണെന്ന് ചോദിക്കും. വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാനൊരു സർജറി ഒക്കെ കഴിഞ്ഞ് എന്റെ എനിക്ക് പീരിയഡ്സ് എന്ന് പറയുന്ന സംഗതി ഇല്ലേ ഇപ്പോ. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് പോവാനായിട്ട്, അയ്യപ്പനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്റെ മനസ്സിലെന്താന്ന് വെച്ചാല് 60 വയസ്സ് കഴിഞ്ഞ് കൈയും പാടില്ല കാലും പാടില്ല കണ്ണും കാണാത്ത സമയത്ത് ഞാൻ എന്ത് പോയി കാണാനാണെന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ആ സംസ്കാരം അങ്ങനെയാണെങ്കിൽ അതിനോട് ഇതിനകത്ത് വേറെ സംഭവിച്ചാല് കോമഡി രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 40 ദിവസം വ്രതം നോറ്റിട്ടൊക്കെയാണ് നമ്മളങ്ങോട്ട് പോണേ. ഈ പമ്പയിലൊക്കെ മുങ്ങി നിവരുമ്പോൾ ഉള്ള മാനസികാവസ്ഥകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് മൊത്തം ഇങ്ങനെ ചിട്ടപ്പെടുത്തേക്കണം. അതൊക്കെ ആയിരിക്കാം അതിന്റെ ഉദ്ദേശം. അല്ല, മഞ്ജു കറക്റ്റ് അഭിപ്രായം. ആഗ്രഹമുണ്ട്, പക്ഷെ അതിന്റെ ഒരു അല്ല അതുകൊണ്ട് അങ്ങനെയാണ് അത് ചിട്ടപ്പെടുത്തേക്കണം. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ സന്തോഷം. ഷോയില് കുറേ നേരം നമുക്ക് സംസാരിച്ച് നല്ല നല്ല രീതിയിൽ ചിരിപ്പിച്ചു. എന്തായാലും സന്തോഷമായി. കുറച്ചുകൂടെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. സോ അപ്പൊ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പറയുക. പാളയം പി സി എല്ലാവരോടും എന്താ പറയണ്ടത്? ഹാപ്പി ന്യൂ ഇയർ അല്ലോ, ക്രിസ്മസ്. അതെനിക്ക് 3 പേരും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വേറെ നമ്മുടെ പാളയം പി സി എന്ന് പറയുന്ന PM അനിൽ സാറ് ഡയറക്ട് ചെയ്ത മനോഹരമായ ഒരു സിനിമ വരുന്നുണ്ട്. ഒരുപാട് ആനുകാലിക സംഭവങ്ങളും ഈ പറയുന്ന നമ്മുടെ കേരളത്തെ
മുൾമുനയിൽ നിർത്തിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും നല്ല മനോഹരമായ പാട്ടുകളുണ്ട്, തമാശയുടെ രാജാക്കന്മാരുണ്ട്. ഞാനും അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പൊ ഇനി നമുക്ക് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ക്രിസ്മസ് പറയണ്ടേ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടെ പറഞ്ഞോ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച് ചേച്ചി ചേട്ടന്മാരെ.